കാലം തെറ്റിയുള്ള പെയ്ത്തും കഠിനമായ ചൂടും ഓരോ വർഷം കഴിയുന്തോറും കൂടി വരികയാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനം ഇനി വരുന്ന മാസങ്ങൾ തികച്ചും ഭയപ്പെടുത്തുന്നതാണ്. കേരളത്തിൽ വരും മാസങ്ങളിൽ മുൻപുണ്ടായതിനേക്കാൾ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 2018 കേരളം നേരിട്ട മഹാപ്രളയത്തിനേക്കാൾ കൂടുതൽ തീവ്രതയോടെ ഈ 2024 മറ്റൊരു വലിയ പ്രളയമുണ്ടാകുമെന്നും സൂചനകൾ ലഭിക്കുന്നു. അതിൽ പ്രധാനമായ ഒന്നാണ് ഈ കഴിഞ്ഞ വേനലിലെ ചൂട്. ഇതുവരെ ഉണ്ടാവാത്ത രീതിയിലുള്ള ചൂടായിരുന്നു ഇത്തവണ കേരളം കണ്ടത്. താപനിലയും മഴയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. താപനില കൂടുന്നതിനനുസരിച്ച് കടലിലെ ജലം ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തിലെത്തുന്നു. ഇവ മഴമേഘങ്ങളായി മാറുന്നു. ഇവയാണ് മഴയ്ക്ക് കാരണമായി മാറുന്നത്. ആയതിനാൽ താപനില കൂടുന്നതിനനുസരിച്ച് പ്രളയ സാധ്യതയും കൂടുന്നു. കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് 1 മണിക്കൂർ മഴ നിർത്താതെ പെയ്താൽ തന്നെ പല സ്ഥലങ്ങളിലും വെള്ളം കയറി മുങ്ങാറുണ്ട്. എന്നാൽ ഇനി വരുന്ന ദിവസങ്ങളിലെ കനത്ത മഴ പ്രളയവും ഉരുൾപൊട്ടലും പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുത്തിവെച്ചേക്കാം. ഏതൊരു മഴക്കാലം വന്നാലും മലയാളികളുടെ മനസ്സിൽ ഒറ്റപ്പേടിയേയുള്ളൂ: മുല്ലപ്പെരിയാർ. കേരളത്തിലെ നിർമ്മിതികളിൽ കാരണവരായ മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ അതിന്റെ വാർദ്ധക്യത്തിലും ചിന്തിക്കാൻ പറ്റാത്തത്ര ജലം താങ്ങി നിൽക്കുകയാണ്. മുല്ലപ്പെരിയാറിന്റെ പല ഭാഗങ്ങളും കാലപ്പഴക്കത്താൽ അടർന്നും ദ്രവിച്ചും പോയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം മുൻപ് മുതൽ തന്നെ മുല്ലപ്പെരിയാർ ഡാമിലെ ഗ്യാലറികളിൽ വൻ ചോർച്ച തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സിമന്റിന് പകരം അന്ന് ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന സുർക്കി മിശ്രിതം പല ഭാഗങ്ങളിൽ നിന്നും വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ട്. മാത്രമല്ല, ഡാമിന്റെ ചോർച്ച. ഡാമിന് മുൻഭാഗത്തെ പുല്ല് ഇളക്കി നോക്കിയപ്പോൾ തന്നെ വെള്ളം നല്ല അളവിൽ ചോരുന്നുണ്ട്. സിമന്റ് കൊണ്ട് ചോർച്ച താൽക്കാലികമായി അടച്ചെങ്കിലും മറ്റു ഭാഗങ്ങളിലെല്ലാം പുതിയ ചോർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 1895 ഒക്ടോബർ 10 ഉദ്ഘാടനം ചെയ്ത ഈ ഡാമിന് 50 വർഷത്തെ ആയുസ് മാത്രമാണ് ഡാം നിർമ്മിച്ച വിനീക് പറഞ്ഞത്. പലപ്പോഴും ചെറിയ ചില അറ്റകുറ്റപ്പണികൾ നടത്തി ഡാം താൽക്കാലികമായി ബലപ്പെടുത്തി എന്ന് പറയപ്പെടുന്നെങ്കിലും അതൊന്നും ശാശ്വതമായ ഒരു പരിഹാരമല്ല. 50 വർഷത്തെ ഉറപ്പ് മാത്രം നൽകിയ ഈ ഡാമിനെയാണ് ജനങ്ങളുടെ ജീവന് പുല്ലുവില മാത്രം കൽപ്പിച്ചുകൊണ്ട് ഇപ്പോഴും തലയ്ക്കു മുകളിൽ നിർത്തിയിരിക്കുന്നത്. ഈ ഡാം പണിതിട്ട് ഇന്നേക്ക് 129 വർഷമായിട്ടുണ്ട്. വരാനിരിക്കുന്ന മാസങ്ങളിലെ മഴ കനത്താൽ ഇടുക്കി ജില്ലയിൽ തന്നെ പരിധിയിൽ കൂടുതൽ മഴയെത്തും. ആ മഴവെള്ളമെല്ലാം മലകളിലേക്ക് താഴ്ന്ന് ഉരുൾപൊട്ടൽ വരെ ഉണ്ടായേക്കാം. ഒപ്പം പെയ്ത്തുവെള്ളവും നീരൊഴുക്കും ചേർന്ന് ഒരാറിന് സമാനമായ രീതിയിൽ വെള്ളം നാനാ ദിക്കുകളിൽ നിന്നും ഡാമിലേക്കെത്തും. ഒരു പരിധിയിൽ കൂടുതൽ വെള്ളമെത്തിയാൽ ഡാമിന്റെ ബലക്ഷയം കാരണത്താൽ ഡാം അത് താങ്ങുകയില്ല. ഈ കഴിഞ്ഞ 8 മാസം മുമ്പ് ലിബിയയിലെ അണക്കെട്ടുകൾ പൊട്ടിയതിനെ തുടർന്ന് ഡാമുകളുടെ ബലഹീനത മനസ്സിലാക്കിയെടുക്കാൻ ഇന്റർനാഷണൽ റിവേഴ്സ് ഒരു പഠനം നടത്തുകയുണ്ടായി. അതിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഡാമുകളുടെ കൂട്ടത്തിൽ ഒന്നാമതായി മുല്ലപ്പെരിയാറിന്റെ പേരായിരുന്നു. ന്യൂയോർക്ക് ടൈംസ് ആയിരുന്നു ഈ വാർത്ത പുറത്തുവിട്ടത്. അന്ന് മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ നല്ല രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. ഓരോ വർഷം കഴിയുന്തോറും ഡാമിന്റെ ബലക്ഷയവും വർദ്ധിച്ചു വരികയാണ്. ഇനി വരാനിരിക്കുന്ന മൺസൂൺ ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ളതുപോലെ ആയിരിക്കില്ല. കാരണം 2018 പ്രളയമുണ്ടാക്കിയ മഴയേക്കാൾ കൂടുതൽ ഇത്തവണ മഴയുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് കൃത്യം 100 വർഷം മുൻപ് കേരളത്തിൽ വലിയൊരു പേമാരി ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരു മഹാപ്രളയം 1924 അത് സംഭവിച്ചത്. അന്ന് മലയാള വർഷം 1099 ആയിരുന്നു. ഒരു കർക്കിടക മാസം 1099 അന്നത്തെ പ്രളയത്തെ 99 പ്രളയം എന്ന് പഴമക്കാർ വിളിച്ചു. അന്ന് മാസങ്ങളോളം നിർത്താതെ പെയ്ത മഴയിൽ കേരളത്തിന്റെ ഭൂപടം തന്നെ മാറിപ്പോയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അന്ന് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിരുന്ന ഇടുക്കിയിലെ റെയിൽവേ ഉൾപ്പെടെ സകലതും തരിപ്പണമായി. ഇന്ന് മാട്ടുപ്പെട്ടി ഡാം നിൽക്കുന്ന ഭാഗത്ത് അന്ന് തനിയെ മണ്ണുകൊണ്ടുള്ള ഒരു തടാകം രൂപപ്പെട്ടിരുന്നു. മഴ പെയ്ത വെള്ളം പല ദിക്കിൽ നിന്നും ഒഴുകി വന്ന് അവിടേക്ക് വലിയ രീതിയിൽ ഒരു ബണ്ട് പോലെ തടാകം രൂപപ്പെട്ടു.
തോരാത്ത മഴയിൽ പെയ്ത്തുവെള്ളം മണ്ണിലേക്ക് താഴ്ന്ന് ആ ബണ്ട് പൊട്ടുകയായിരുന്നു. അന്ന് മൂന്നാറിന്റെ ഭൂപ്രകൃതി തന്നെ മാറിപ്പോകുന്ന തരത്തിൽ ബണ്ട് പൊട്ടിയ വെള്ളം മലകൾ ഇടിച്ചിളക്കി വീടുകളും തകർത്ത് മൂലമറ്റത്തെ പവർ ഹൌസ് ഉൾപ്പെടെ തകർത്ത് തരിപ്പണമാക്കി. എറണാകുളം, ആലപ്പുഴ ജില്ലകളിലേക്കായിരുന്നു ആ വെള്ളപ്പാച്ചിൽ ഇരമ്പിയെത്തിയത്. അന്ന് ഈ ദുരന്ത വാർത്ത 3 ദിവസത്തിന് ശേഷമാണ് എല്ലാവരും അറിയുന്നത്. അന്നത്തെ വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം തന്നെ മൂലമറ്റത്തെ തകർച്ചയോടെ നിലച്ചു. ആലപ്പുഴയിൽ വീടുകളുടെ മുകളിലൂടെയാണ് വെള്ളം ഒഴുകിയിരുന്നത്. എന്നാൽ ഇനി വരാനിരിക്കുന്ന മഴക്കാലം 99 പ്രളയത്തിന്റെ സമാന രീതിയിലായിരിക്കുമെന്ന് പറയപ്പെടുന്നു. അന്ന് മാട്ടുപ്പെട്ടിയിലെ ബണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഭയക്കാൻ മുല്ലപ്പെരിയാർ ഡാം. ഈ സംഭവം നടന്നത് 1924. ഇന്ന് വർഷം 2024. കൃത്യം 100ാമത്തെ വർഷം. മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ മാട്ടുപ്പെട്ടിയിലെ ബണ്ട് പൊട്ടിയതുപോലെ ആയിരിക്കില്ല. കാരണം ഇടുക്കിയിലെ ഡാം ഒരു കൊച്ചു കടലിന് സമാനമാണ്. മുല്ലപ്പെരിയാറിലെ വെള്ളം ഇടുക്കി ഡാം താങ്ങിയില്ലെങ്കിൽ കേരളം വെറും ഓർമ്മയായി മാറും. 6 ജില്ലകളിൽ മാത്രം ബാധിക്കുമെന്ന് കരുതി ബാക്കിയുള്ളവർ സമാധാനിക്കണ്ട. ഈ ഒരു അപകടം സംഭവിച്ചാൽ മൃഗങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞത് 50 ലക്ഷത്തോളം ജീവനെങ്കിലും പൊലിയും. ഇത്രയും വെള്ളം കടലിലേക്ക് പതിച്ചാൽ കടൽ തിരിച്ചടിക്കും. അതോടെ സുനാമി ഉണ്ടാകും. ഈ 50 ലക്ഷത്തോളം ജീവൻ മറവ് ചെയ്യാത്ത പക്ഷം ബാക്കിയുള്ളവർക്ക് പകർച്ചവ്യാധികൾ ഉണ്ടായേക്കാം. വരാനിരിക്കുന്നത് തികച്ചും നിർണായക നിമിഷങ്ങൾ.